ജീവിതത്തിൽ നടക്കുന്ന ഇരുത്തൽ എങ്ങനെയാണ്, അവിടുത്തെ ചോദ്യം എങ്ങനെയാണ്, അവിടുത്തെ സംസാരം എങ്ങനെയാണ്, അവിടുത്തെ അട്ടഹാസം എങ്ങനെയാണ്, അവിടുത്തെ രൂപം എങ്ങനെയാണ്, അവിടുത്തെ രക്ഷ എങ്ങനെ, അവിടുത്തെ ശിക്ഷ എങ്ങനെ, അതും നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. മനസ്സിലാക്കാൻ സാധ്യമല്ലെന്ന നിലക്ക് ചിലരിതൊക്കെ നിഷേധിക്കുകയാണ്. ആരെങ്കിലും ഖബർ ശിക്ഷയില്ല എന്ന് പറഞ്ഞാൽ, ഖബറിൽ ചോദ്യമില്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക വൃത്തത്തിൽ നിന്നവൻ പുറത്തു തന്നെ. പിന്നെ അവന്റെ മുസ്ലിം എന്ന പേരില്ല. ഈ ശിക്ഷയെ നിഷേധിക്കുന്ന, ഖബറിലെ ശിക്ഷയെ സംബന്ധിച്ച് നിഷേധിക്കുന്ന പല കക്ഷികളുമുണ്ട്. പല ആളുകളും അതിനെ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ അതിന്റെ ചില വകുപ്പുകളെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളുമുണ്ട്. പക്ഷേ പച്ച പഴച്ചുപോയ, അതല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ കക്ഷികൾക്ക് ആ വിഷയത്തിൽ വളരെ മോശപ്പെട്ട അഭിപ്രായങ്ങളാണുള്ളത്. അത് മുസ്ലിം ലോകത്തിന് സ്വീകാര്യമല്ല. പരിശുദ്ധ ഖുർആനിൽ തന്നെയുള്ള വചനങ്ങൾ ഖബറിൽ ശിക്ഷയുണ്ടെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഒരായത്ത് നിങ്ങൾ നോക്കൂ, സൂറത്ത് തൗബയിലതാ 101-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, സനുഅദ്ദിബുഹും മർറതൈൻ സുമ്മ യുറദ്ദൂന ഇലാ അദാബിൻ അദീം. മുനാഫിഖീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് ആരാ മുനാഫിഖ്? വാക്കൊന്ന്, പ്രവൃത്തി വേറൊന്ന്, വിശ്വാസം ഒന്ന്, പുറത്തേക്ക് കാണിക്കുന്നത് മറ്റൊന്ന്. ഇങ്ങനെ വാക്കും പ്രവൃത്തിയും യോജിപ്പിക്കാതെ കാപട്യത്തോടുകൂടെ നടക്കുന്ന ആളുകൾ, അള്ളാഹു അവരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വിവരം കൊടുത്തു. പ്രവാചകന്റെ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് ഏറെ ദ്രോഹമുണ്ടാക്കിയ കക്ഷികളാണ് മുനാഫിഖുകൾ. ആ മുനാഫിഖീങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് അല്ലാഹു പറയുകയാണ്, സനുഅദ്ദിബുഹും മർറതൈൻ, നാം അവരെ 2 പ്രാവശ്യം ശിക്ഷിക്കുന്നതാണ്. അല്ലാഹു പറയുകയാണ്, നാം അവരെ 2 പ്രാവശ്യം ശിക്ഷിക്കുന്നതാണ്. പിന്നെയോ സുമ്മ യുറദ്ദൂന ഇലാ അദാബിൻ അദീം, പിന്നീട് വമ്പിച്ച ഒരു ശിക്ഷയിലേക്ക് അവർ തള്ളപ്പെടുകയും ചെയ്യും. മുനാഫിഖീങ്ങളെ പറ്റി പറഞ്ഞ് ഈ ആയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ് ഇവിടെ അല്ലാഹു പറയുന്നത്? നാം അവരെ 2 പ്രാവശ്യം ശിക്ഷിക്കുന്നതാണ്, പിന്നെ അവരെ ഏറ്റവും വമ്പിച്ച ശിക്ഷയിലേക്ക് തള്ളപ്പെടുകയും ചെയ്യും. അത് ഖിയാമത്ത് നാളിലെ ശിക്ഷയാണ്, അത് ഭീകരമായ നരക ശിക്ഷയാണ്. അപ്പൊ മഹ്ശറിലെ വിചാരണയ്ക്ക് ശേഷമുള്ള ഭീകരമായ ശിക്ഷയിലേക്ക് തള്ളപ്പെടുന്നതിന്റെ മുമ്പേ നാം അവരെ 2 പ്രാവശ്യം ശിക്ഷിക്കുന്നതാണെന്ന് മുനാഫിഖീങ്ങളെ കുറിച്ച് അല്ലാഹു പറഞ്ഞിടത്ത് അതിന്റെ തഫ്സീറുകളിൽ കാണാം. 1-ാമത്തെ ശിക്ഷ ഏതാണ്? കാപട്യത്തിന്റെ രഹസ്യം പുറത്താക്കിക്കൊണ്ട് അല്ലാഹു ശിക്ഷിക്കും. ഇന്നവൻ മുനാഫിഖാണെന്ന് പച്ചയായി ജനങ്ങൾക്കിടയിൽ വഹി വരും. അങ്ങനെ പ്രവാചകന്റെ കാലത്ത് തന്നെ ഉണ്ടായിട്ടില്ലേ? ചില മുനാഫിഖീങ്ങളെയൊക്കെ പേരെടുത്തുകൊണ്ട് പ്രവാചകൻ പറയുകയുണ്ടായി. അള്ളാന്റെ വഹി കിട്ടിയപ്പോ പറഞ്ഞതാണ്. അങ്ങനെ പേരെടുത്തുകൊണ്ട് തന്നെ അങ്ങനെ അപമാനത്തിന് അവർ വിധേയരാക്കപ്പെടും. സാമ്പത്തികമായോ ശാരീരികമായോ മാനസികമായോ ഉള്ള അവശതകൾ അനുഭവിപ്പിക്കും അവരെ. ഇതൊക്കെ ഒരു നിലക്കുള്ള ശിക്ഷയാണ്. 2-ാമത്തെ ശിക്ഷ ഏതാണ്? 2 പ്രാവശ്യം ശിക്ഷിക്കുമെന്ന് പറഞ്ഞില്ലേ? 2-ാമത്തെ ശിക്ഷയിൽ ഏതൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്? അതാ പണ്ഡിതന്മാര് പറയുന്നു, അവൻ അവിശ്വാസികളായി മരണപ്പെടുന്നു. അതുപോലെ തന്നെ മരണവേളയിൽ തന്നെ മലക്കുകളുടെ കൈക്കും മറ്റുമായി കൊണ്ട് കഠിനമായ കഷ്ടതകൾ അവൻ അനുഭവിക്കേണ്ടി വരുന്നു. മാത്രമല്ല അതിന്റെ എല്ലാം പുറമേ മഹ്ശറിലെത്തുന്നതിന്റെ മുമ്പേ ജീവിക്കാനുള്ള ഖബറിൽ ബർസഖിൽ അവൻ വളരെ ഗൗരവപൂർവം ശിക്ഷിക്കപ്പെടുന്നു. അപ്പൊ ഖുർആനിലെ ആയത്ത് തന്നെ തെളിവാണെന്ത്? ഖബറിൽ ശിക്ഷ വരാനുണ്ട്, ഖബറിൽ രക്ഷയും വരാനുണ്ട്. എന്ന് നോക്കൂ നിങ്ങൾ, ഈ ലോകത്ത് ഏറ്റവും വലിയ ധിക്കാരിയായി ജീവിച്ചവനാണ് ഫറോവ. അവന്റെ കുടുംബങ്ങളും അതുപോലെ തന്നെയാണ്. അങ്ങനെ ധിക്കാരിയായി ജീവിച്ച ഫിറഔനിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് സൂറത്ത് ഗാഫിറിലെ 45-46 ആയത്തുകളിൽ അല്ലാഹു തആല പറയാണ്, അന്നാറു യുറദൂന അലൈഹാ ഗുദുവൻ വഅശിയാ വയൗമ തഖൂമുസ് സാഅതു അദ്ഖിലൂ ആല ഫിറഔന അശദ്ദൽ അദാബ്. ഫിറഔനും അവന്റെ ആൾക്കാർക്കും കിട്ടാൻ പോകുന്ന ശിക്ഷ, അന്നാറു നരകം, യുറദൂന അലൈഹാ
ആ നരകത്തിന്റെ അടുക്കൽ ഇവർ പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. എങ്ങനെയാണ് അവർ നരകത്തിന്റെ സമീപത്ത് പ്രദർശിപ്പിക്കപ്പെടുക എന്ന് നമുക്കറിഞ്ഞുകൂടാ. ഒതുവും പ്രഭാതത്തിലും പ്രദോഷത്തിലും അതാ എല്ലാ ദിവസവും 2 നേരവും അതാ പ്രത്യേകം നരകത്തിയുടെ അതിന്റെ സർവഭീകരമായ ദൃശ്യങ്ങൾക്കും മുമ്പിൽ ഇവർ പ്രദർശിപ്പിക്കപ്പെടുന്നു. മാത്രമല്ല വയൗമ തഖൂമുസ്സാ, അന്ത്യനാൾ സംഭവിക്കുന്ന ദിവസം പറയപ്പെടുന്നതാണ് അദ്ഖിലൂ ആല ഫിർഔന അശദ്ദൽ അദാബ്, ഫറോവയെയും അവന്റെ ആൾക്കാരെയും ഏറ്റവും കഠിനമായ ശിക്ഷയിലേക്ക് പ്രവേശിപ്പിക്കൂ എന്ന് കൽപ്പനയും ഉണ്ടാകുന്നതാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, അന്ത്യനാൾ സംഭവിക്കുമ്പോൾ ഫറോവയെയും അവന്റെ ആളുകളെയും കഠിനമായ ശിക്ഷയിലേക്ക് പ്രവേശിപ്പിക്കൂ എന്ന് പറയുന്നതിന്റെ മുമ്പായി തന്നെ ബർസഖിയായ ലോകത്ത് വെച്ച് തന്നെ നരക ശിക്ഷ അവർ കാണും, അനുഭവിക്കും എന്നല്ലേ ഖുർആൻ പറയുന്നത്. അപ്പൊ ഖബറിൽ ശിക്ഷയുണ്ട്. അതിന്റെ യാഥാർത്ഥ്യം നിഷേധിക്കാൻ ഒരാൾക്കും സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ തെളിയിച്ചു തരുന്നു. ഇനി നിങ്ങൾ നോക്കൂ, സത്യവിശ്വാസികളായ ആളുകൾക്ക് ഖബറിൽ സൗഖ്യമുണ്ടെന്നുള്ളതേക്കുള്ള സൂചന ഖുർആൻ പറയുന്നു. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. സൂറത്ത് ഇബ്രാഹിമിലെ 27-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാണ്, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ, സത്യവിശ്വാസികളായ ആളുകളെ അല്ലാഹു ഉറപ്പിച്ചു നിർത്തുന്നതാണ്. ബിൽ ഖൗലി സാബിതി, ഉറച്ചു നിൽക്കുന്ന വാക്കുകൊണ്ട് വിശ്വാസികളെ അല്ലാഹു ഉറപ്പിച്ചു നിർത്തും. എവിടെയൊക്കെ? ഫിൽ ഹയാത്തി ദുനിയാ, ഐഹിക ജീവിതത്തിലും, ഫിൽ ആഖിറ, പരലോകത്തിലും. 2 ലോകത്തും മുഅ്മിൻ പതറൂല. ദുനിയാവിന്റെ പ്രയാസങ്ങൾ ഉണ്ടായാൽ ഈമാനുള്ള വിശ്വാസി പതറാതെ ഉറച്ചു നിൽക്കും. അത് അല്ലാഹു അവന് നൽകുന്ന ഫضലാണ്. ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ മുഅ്മിൻ ആത്മഹത്യ ചെയ്യൂല, മുഅ്മിൻ ക്ഷമകേടിന്റെ വാക്ക് പറയൂല, മുഅ്മിൻ അല്ലാഹുക്ക് പൊരുത്തമില്ലാത്ത കാര്യങ്ങളൊന്നും എത്ര തന്നെ പരീക്ഷിക്കപ്പെട്ടാലും ചെയ്യുന്നതല്ല. എന്താണ് കാരണം? യുസബ്ബിതുല്ലാഹ്, അല്ലാഹു ഉറപ്പിച്ച് നിർത്തുന്നതാണ്. അല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ ബിൽ ഖൗലി സാബിതി, ഉറച്ചു നിൽക്കുന്ന വാക്കുകൊണ്ട് അല്ലാഹു ഉറപ്പിച്ചു നിർത്തും. അത് ദുനിയാവിൽ മാത്രമല്ല, വഫിൽ ആഖിറ, പരലോകത്തിന്റെ ചോദ്യത്തിന്റെ നേരത്തും, മഹ്ശറിലെ വിചാരണയുടെ നേരത്തും, അതിന്റെ മുമ്പേയുള്ള ഖബറിലെ ചോദ്യത്തിന്റെ നേരത്തും മുഅ്മിൻ ഉറച്ചു തന്നെ നിൽക്കും. ഒരു ചോദ്യത്തിന്റെ മുമ്പിലും മുഅ്മിന് പതറൂല. ആരാണ് റബ്ബെന്ന ചോദ്യത്തിന് റബ്ബി അല്ലാഹ്, അവന് പറയാൻ സാധിക്കുന്നതാണ്. നബിയെപ്പറ്റി ചോദിക്കുമ്പോ ആ നബി ഞങ്ങളുടെ റസൂലാണ്, ഞങ്ങൾക്ക് സത്യവുമായിട്ട് വന്ന നബിയാണ്, ഞങ്ങൾ ആ നബിയിൽ വിശ്വസിച്ചിട്ടുണ്ട്, അവിടുത്തെ ഞങ്ങൾ പിൻപറ്റിയിട്ടുണ്ട്, അവിടുത്തെ ഞങ്ങൾ സ്നേഹിച്ചിട്ടുണ്ട് എന്ന് പറയാൻ നല്ല മനോദാർഢ്യത മുഅ്മിനിന് മാത്രം കിട്ടുന്ന ഫളലാണ്. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് വലിയ മാനസിക കരുത്ത് പ്രദാനം ചെയ്യുന്നു. ആയത്ത് വിശദീകരിച്ചപ്പോ മുഅ്മിനതാ അവന് കിട്ടുന്ന സ്ഥൈര്യം അത് ഖബറിലുമാണ് എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഖബർ ശിക്ഷയെ സംബന്ധിച്ച് അതാ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ അതിൽ നിന്ന് നിർഭയമാക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. ഇനി അതേ അവസരത്തിൽ അതാ വിശുദ്ധ ഖുർആൻ സൂറത്ത് ത്വാഹയിലൂടെ മറ്റൊരു കാര്യം പറയുന്നു. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ ونحشره يوم القيامة أعمى ومن أعرض عن ذكري. എന്നെ ഓർക്കുന്നതില്ലെന്ന് ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട്, എന്നെ ഓർക്കേണ്ട പ്രകാരം ഓർക്കാതെ, എന്നെ ഓർക്കാതെ ഹറാമായ ജീവിതത്തിലേക്ക് വഴിതിരിഞ്ഞു പോയിട്ട് അള്ളാനെ പറ്റിയുള്ള ചിന്തയിൽ നിന്ന് മാറി നിന്ന ജീവിതം ജീവിച്ച തെമ്മാടികൾ ആരൊക്കെയുണ്ടോ, ഫഇന്ന ലഹു, നിശ്ചയം അവനുണ്ട്, മഈശതൻ ലൻകാ,
വളരെ ഇടുങ്ങിയ ജീവിതമുണ്ട്, വളരെ കുടുസായ ജീവിതമുണ്ട്, വളരെ പ്രയാസം അവൻ അനുഭവിക്കേണ്ടി വരുന്നതാണ്. ഈ ലങ്കായ ജീവിതം എന്ന് പറയുന്നത് അവന്റെ ഖബർ ജീവിതമാണെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു. അല്ലാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചാൽ ഖബറിൽ വളരെ വില കൊടുക്കേണ്ടി വരും, ഖബറിൽ കടുത്ത ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഖുർആൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ഖബറിന്റെ ശിക്ഷയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടെ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ അവരൊരിക്കൽ പറയുന്നു, ദഖലത്ത് അലയ്യ അജൂസാനി മിൻ ഉജുസി യഹൂദിൽ മദീന. മദീനയിലെ യഹൂദികളായ രണ്ട് കിഴവികൾ എന്റെ അടുക്കലേക്ക് വന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, മദീനയിലെ യഹൂദി കുടുംബത്തിൽപ്പെട്ട രണ്ട് കിഴവികൾ എന്റെ സമീപത്തേക്ക് വന്നു. എന്നിട്ടവർ സംസാരമധ്യേ എന്നോട് പറഞ്ഞു, ഇന്ന അഹ്ലൽ ഖുബൂരി യുഅസ്സബൂന ഫീ ഖുബൂരിഹിം. ആയിഷ റളിയല്ലാഹു അൻഹ ആദ്യം കേൾക്കുകയാണ്. എന്താണ് ഇവർ വന്നുകൊണ്ട് പറയുന്നത്? അറിയാമോ ആയിഷ, ഖബറിലെ ആളുകൾ അവരുടെ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നുണ്ട്, ഖബറാളികൾ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് രണ്ട് യഹൂദി കിഴവികൾ വന്നുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞപ്പോ ആയിഷ ബീവി പറയുകയാണ്, ഫകദബ്തുഹുമാ, ഞാൻ അവരെ രണ്ടാളെയും കളവാക്കി. വലമ്മൻ അമ്മൻ യുസദ്ദിഖഹുമാ, അവർ രണ്ടാളും പറഞ്ഞത് സത്യപ്പെടുത്താൻ എനിക്ക് മനസ്സ് വന്നില്ല, ഞാനത് അംഗീകരിച്ചില്ല, എനിക്കത് വിശ്വാസം വന്നില്ല. ഫഖറജതാ, അങ്ങനെ ആ രണ്ട് കിഴവികളും പുറത്തുപോയി. ആ സമയത്താണ് വദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ കയറി വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടപാടെ ഞാൻ ചോദിച്ചറിഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ജൂസൈനി മിൻ ഉജുസി യഹൂദിൽ മദീന, മദീനയിലെ രണ്ട് കിഴവികൾ എന്റെ അടുക്കൽ വന്നിട്ട് അവര് വാദിക്കുന്നു, ഖബറാളികൾ ഖബറിൽ ശിക്ഷിക്കപ്പെടുമെന്ന് വാദിക്കുന്നു. ശരിയാണോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ പറയുന്നു, സ്വദഖതാ, അവർ രണ്ടാളും പറഞ്ഞത് സത്യമാണ്. ഇന്നഹും യുഅസ്സബൂന അദാബൻ, നിശ്ചയമാണ് ഖബറിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും കേട്ടോ. ആ ശിക്ഷയുടേതായ പ്രയാസങ്ങളെല്ലാം തസ്മഉൽ ബഹായിം, നാക്കാലികൾ വരെ അത് കേൾക്കുന്നതാണ്, മൃഗങ്ങൾ വരെ അത് കേൾക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്നിട്ട് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഫമാ റഅയ്തുഹു ബഅദു ഫീ സ്വലാത്തിൻ ഇല്ലാ യതഅബ്ബദു മിൻ അദാബിൽ ഖബർ. ഇത് പഠിപ്പിച്ചതിന്റെ ശേഷം ഒരൊറ്റ നിസ്കാരത്തിലും പിന്നെ അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ കണ്ടിട്ടില്ല ഖബർ ശിക്ഷയിൽ നിന്ന് കാവൽ ചോദിച്ചിട്ടല്ലാതെ. ഖബർ ശിക്ഷയില്ലെന്ന് കാവൽ ചോദിച്ചിട്ടല്ലാത്തൊരു നിസ്കാരം പിന്നെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്. അന്ന് മുതൽ ഇന്ന് വരെ മുസ്ലിം ലോകമതാ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുന്നതിന്റെ മുമ്പ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു അല്ലാഹ് എന്ന് പറയാത്ത ഒരു നിസ്കാരം, ഒരു തശഹ്ഹുദ് നമുക്കുണ്ടാകാറുണ്ടോ? നമ്മുടെ 5 നേരത്തെ നിസ്കാരങ്ങളിൽ നമ്മളത് നിർവഹിക്കാറില്ലേ? എത്ര ഗൗരവമായിട്ടാണ് സഹാബിമാരത് മനസ്സിലാക്കിയതെന്ന് നോക്കൂ. അതാ അസ്മാ റളിയല്ലാഹു തആല അൻഹ പറയാണ്, സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. ഇപ്പോൾ നേരത്തെ കേൾപ്പിച്ച ഹദീസ് സഹീഹ് മുസ്ലിമിലെ ഹദീസാണെങ്കിൽ ഇനി കേൾപ്പിക്കുന്ന ഹദീസ് അതാ ബുഖാരിയിൽ തന്നെ നമുക്ക് കാണാം. അസ്മാ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖതീബൻ ഫദക്കറ ഫിത്നത്തൽ ഖബരില്ലതി യുഫ്തനു ഫീഹൽ മർഉ ഫലമ്മാ ദക്കറ ദാലിക ലജ്ജൽ മുസ്ലിമൂന ലജ്ജതൻ. അല്ലാഹുവിന്റെ റസൂലദാ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ അവസരത്തിൽ ഖബറിലെ ശിക്ഷയെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പരാമർശിച്ചു. മനുഷ്യന് ഖബറിൽ നേരിടാനുള്ള പരീക്ഷണങ്ങൾ, ഖബറിൽ നമുക്ക് ഓരോരുത്തർക്കും നേരിടാനുള്ള പരീക്ഷണങ്ങളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് പറഞ്ഞപ്പോഴേക്ക് ഫലമ്മാ ദക്കറ ദാലിക, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ലജ്ജൽ മുസ്ലിമൂന ലജ്ജാ, കൂടിയ മുസ്ലിമീങ്ങൾ മുഴുവനും പൊട്ടിക്കരയുന്നു. കൂടിയ